ബ്രയൻ ഹാൻ എന്ന് പറയുന്ന പ്രശസ്തമായ ചിത്രത്തിന് പിന്നിൽ വേദനാജനകമായ ഒരു ചരിത്രമുണ്ട്. ചിത്രരചനയിൽ താല്പര്യമുള്ള രണ്ട് സുഹൃത്തുക്കൾ പെയിന്റിംഗ് പഠിക്കുവാൻ പഴയകാലത്തെ കലയുടെ ഈറ്റില്ലമായിരുന്ന റോമാ നഗരത്തിലെത്തി. പെയിന്റിംഗ് പഠിപ്പിക്കുന്ന അധ്യാപകനെ കണ്ടെത്തിയപ്പോഴാണ് പെയിന്റിംഗ് പഠിക്കാനുള്ള ധനം തങ്ങളുടെ കയ്യിലില്ലെന്ന കാര്യം അവർ ഓർമ്മിച്ചത്. അവർ ഏറെ നേരം പല മാർഗങ്ങൾ ചിന്തിച്ച് ആലോചിച്ചപ്പോൾ സുഹൃത്തുക്കൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ജോലി ചെയ്ത് ധനം സമ്പാദിച്ച് നിനക്ക് തരാം. നീ ആ പണം കൊണ്ട് പെയിന്റിംഗ് പഠിക്കുക. പിന്നീട് നീ ഒരു പണമുണ്ടാക്കി എന്നെ സഹായിക്കുമ്പോൾ ഞാൻ പെയിന്റിംഗ് പഠിച്ചുകൊള്ളാം. ഇരുവരും ആ വ്യവസ്ഥ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചു. ഒരുവൻ പഠനം ആരംഭിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. പെയിന്റിംഗ് പഠിക്കുവാൻ തുടങ്ങിയ സ്നേഹിതൻ പഠനം ഭംഗിയായി പൂർത്തിയാക്കിയ ശേഷം വിജയ ശ്രീലാളിതനായി തൻ്റെ സുഹൃത്തിൻ്റെ അരികിൽ ചെന്നു. അയാൾ ഇങ്ങനെ പറഞ്ഞു: ഞാൻ വിജയിച്ചു. ഞാൻ ഇനി പെയിന്റിംഗ് ചെയ്ത് പണമുണ്ടാക്കാം. ആ പണം കൊണ്ട് നിനക്ക് പഠിക്കാം. സുഹൃത്ത് തൻ്റെ കൈകളിലേക്ക് നോക്കി വിതമ്പി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: പ്രിയ സ്നേഹിത, ഞാൻ ഇനി ഒരിക്കലും കലാകാരനാവുകയില്ല. ഏറെ നാൾ കൂലിപ്പണി ചെയ്ത് കൈകളിൽ തഴമ്പ് വീണു. എൻ്റെ വിരലുകൾക്ക് ശക്തിയില്ലാതെയായി. ഇവയിൽ ഇനി ചായം പുരട്ടി ബ്രഷുകൾ പിടിക്കുവാൻ സാധ്യമല്ല. അവൻ്റെ സുഹൃത്ത് അമ്പരന്ന് പോയി. കസേരയിലിരുന്ന് ആ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് ആ വിരലുകളിലേക്ക് നോക്കി. പൊട്ടിക്കരയുന്ന സുഹൃത്തിൻ്റെ മുമ്പിൽ വലിയ ഭാവനയുമായി എത്തിയ കലാകാരൻ മുട്ടുകുത്തി. തന്നെ വലിയനാക്കുവാൻ അതികഠിനമായി അധ്വാനിച്ച് സൗന്ദര്യം നഷ്ടപ്പെട്ട തഴമ്പിച്ച തടിച്ച കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി ഹൃദയം തകർന്ന് കരഞ്ഞു. എത്ര വലിയ സ്നേഹം, എത്ര വലിയ ത്യാഗം! പെട്ടെന്ന് ആ കലാകാരൻ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു: സുഹൃത്തേ, നീ ഒരിക്കലൊരു മഹാനായ കലാകാരനായി തീരുകയില്ലായിരിക്കാം. പക്ഷെ എന്നെ മഹാനാക്കുവാൻ ത്യാഗമായി തീർന്ന ഈ കൈകളെ ഞാൻ അനശ്വരമാക്കും. കലാകാരൻ തൻ്റെ സുഹൃത്തിൻ്റെ കൂപ്പിപ്പിടിച്ച കരങ്ങളുടെ ചിത്രം കാൻവാസിൽ പകർത്തി. ഇന്നും പ്രാർത്ഥിക്കുവാൻ കൂപ്പിയ കൈകൾ ആ ചിത്രമായി കാണുന്നത് ആ കരങ്ങളാണ്. ഒരു സുഹൃത്തിന് വേണ്ടി സഹിച്ച ത്യാഗത്തിൻ്റെ പ്രതീകമാണ് ആ കൂപ്പിയ കൈകൾ. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങൾ തുളയ്ക്കപ്പെടുന്നതിനായി നീട്ടിക്കൊടുത്ത് നമ്മെ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണെന്നത് നാം വിശ്വസിക്കണം. കർത്താവിൻ്റെ കരങ്ങളിലേറ്റ മുറിവുകൾ വിശ്വാസത്താൽ കാണും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഉയർന്നേറ്റ കർത്താവ് തോമസിനോട് ഇങ്ങനെ പറഞ്ഞു: നിന്റെ വിരൽ ഇങ്ങോട്ട് നീക്കി എൻ്റെ കൈകളെ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപത്തിടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പ്രിയരെ, നമുക്കായി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ കൈകളിലേക്ക് നാം നോക്കിയിട്ടുണ്ടോ? നമുക്കായി മരിച്ചുയർത്ത യേശു ക്രിസ്തുവിനായി നമുക്ക് ജീവിക്കാം. കൂപ്പിയ കരങ്ങൾ പ്രാർത്ഥനയുടെ പ്രതീകമാണ്. ദൈവസന്നിധിയിൽ ഹൃദയവും മനസ്സും സമർപ്പിച്ച് നമുക്ക് സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുന്നവരായിട്ടെത്തിയ കൂട്ടുകാരൻ്റെ തഴമ്പിച്ച കൈകൾ സ്നേഹിതനെ ചിത്തകാരനാക്കിയെങ്കിൽ നമ്മുടെ സമർപ്പണവും അനേകരെ ദൈവത്തിലേക്ക് നയിക്കുവാൻ കാരണമായി തീരട്ടെ.